ഇന്ന് അടുക്കളയിൽ ചെടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ ഇട്ടിട്ട് 2 ദിവസമായി. അപ്പോൾ ഒന്ന് അതൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച്. ചെടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതിഷ്ടാവും. അപ്പോൾ ഒന്ന് പുതിയൊരു ചെടി നമുക്ക് കിട്ടിയിരിക്കുന്നത് മണി പ്ലാന്റിൻ്റെ. അത് എൻ്റെ അടുത്ത് ഇല്ലാത്ത കളറാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാൻ കരുതി. അടുക്കളയിൽ കുറേ ചെടി വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്കിഷ്ടമാണ് ചെടി അടുക്കളയിൽ. നമ്മൾ രാവിലെ കണിച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറേ ചെടി വെച്ചിട്ടുണ്ട്. അടുക്കള ഫുള്ള് ചെടികളാണ്. അപ്പോൾ ഞാൻ ഈ പുതിയതൊക്കെ കിട്ടുമ്പോൾ കുപ്പികളൊന്ന് മാറ്റി വെക്കും. അതേപോലെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ കഴുകി വൃത്തിയാക്കുമ്പോൾ ഞാൻ കുപ്പികളൊക്കെ ഒന്ന് മാറ്റി മറിച്ച് വെക്കും. അപ്പോഴാണ് കാണുമ്പോൾ നമുക്കൊരു ഭംഗി തോന്നുള്ളൂ. അപ്പോൾ ഇന്ന് പുതിയ ചെടി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് കുപ്പിയൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്യാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് പുതിയ മണി പ്ലാന്റ് കിട്ടിയത്. ഇത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ചെറിയ ചെറിയ ഇലയാണ്, ഇലയായിട്ട് വരുന്നതാണ്. അപ്പോൾ അടിയത്തെ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് തണ്ടോട് കൂടി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ വേര് വരാൻ എളുപ്പമായിരിക്കും. പിന്നെ ഈ ചെടി ഇത് അടുക്കളയിൽ വെക്കാൻ പറ്റിയ ചെടിയാണ് കേട്ടോ. ഇത് പിന്നെ എന്താ ഇവിടെ പറയുന്നത് നെയ്ച്ചോറ്റല എന്നാണ് പറയല്. നെയ്ച്ചോറിലും ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു ഇലയാണ്. അത് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അടുക്കളയിൽ വെക്കാൻ പറ്റിയ ചെടിയാണ്. കേടൊന്നും വരില്ല. എന്താണെന്ന് വെച്ചാൽ 4 ദിവസം കൂടുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വേസ്റ്റ് ആയി പോകും. ഇതിപ്പോൾ ഒരു കൊല്ലമായിട്ടുണ്ടാവും ഞാൻ ഇതിപ്പോൾ ഇതിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഒരു കേടുമില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെച്ച പോലെ തന്നെ ഉണ്ട്. പക്ഷേ ക്ലീൻ ചെയ്തിട്ടേ ഇരിക്കണം. ഇത് നല്ല അടിപൊളി ചെടിയാണ് കേട്ടോ. ഇത് 1 വർഷത്തോളം തന്നെ ആയി അത് വെച്ചിട്ട്. പക്ഷേ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. വെള്ളം മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇതിൻ്റെ വേര് നല്ല ഭംഗിയാണ്. നല്ല എന്താ പറയുക, കുരുവി കൂട് കൂട്ടിയ പോലെ നല്ല ഭംഗി ഉണ്ടാവും. ഇതതുപോലെ തന്നെ നല്ല രസമുള്ള ചെടിയാണ് കേട്ടോ. ഇത് മണ്ണിലും നല്ല ഉണ്ടാവും, അതേപോലെ തന്നെ വെള്ളത്തിലും നല്ല ഉണ്ടാവും. ഞാനത് കുറേ ആയിട്ട് വെള്ളത്തിട്ട് വെച്ചതാണ്. വേരൊക്കെ നല്ല വന്നിക്കണ്. അപ്പോൾ നമുക്ക് വേര് വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി അതുപോലെ തന്നെ വെള്ളത്തിലിട്ടേക്കാം. ഇതൊരു ഇല മതി കേട്ടോ. ഇല ഒരു മണ്ണിൽ നമ്മൾ കുത്തിയിടുകയാണെങ്കിൽ അതിമന്ന് വേരും തെയ്യൊക്കെ ഉണ്ടാവും. ഇതതുപോലെ തന്നെ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു ഇലയാണ്. ഇത് ഒന്നുണ്ടെങ്കിൽ മതി, പറമ്പ് ഫുള്ള് പരന്ന് വരുന്നൊരു ചെടിയാണിത്. ഇത് വെള്ളത്തിലിട്ട് നോക്കിയതാണ് ഞാനിപ്പോൾ. 1 മാസം കഴിഞ്ഞിട്ടിട്ട്. പക്ഷേ ഇത് കുറേ ദിവസം നിൽക്കുമോ തോന്നിയില്ല. ഓരോരോ ഇല അങ്ങനെ പഴുത്ത് വരുന്നുണ്ട്. ഇതൊരു മല്ലിയിലൻ്റെ സ്മെല്ലാണ് ഇത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ചെടി ഇന്നെപ്പോലെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ അടുക്കളയിൽ എങ്ങനെ വെക്കാമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഇടയ്ക്കൊന്ന് വൃത്തിയാക്കിയാൽ മതി. രാവിലെയൊക്കെ നീച്ചുമ്പോൾ നമുക്ക് ഭയങ്കര എനർജിയാണ്. രാവിലെ നീച്ചാൽ നമുക്ക് രാവിലെ തന്നെ ഈ ചെടിയൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിനും കണ്ണിനൊക്കെ ഒരു കുളിർമ കിട്ടുന്ന സംഭവമാണ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് രാവിലെ അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ഈ ചെടിയൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ സുഖം കിട്ടും. ഈ പച്ചപ്പും ഇതൊക്കെ രാവിലെ തന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഏതൊക്കെ ചെടികൾ കിട്ടുന്ന പുതിയ പുതിയ ചെടികളായാലും ഞാൻ കൂടെ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ വേര് വന്നതിന് ശേഷമാണ് ഞാൻ എടുത്തത് മണ്ണിൽ വെക്കുള്ളൂ. ഇതും അതുപോലെ കുറേ ചെടി ആയതാണ് അടുക്കളയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളതുപോലെ ചെയ്ത് നോക്കി.